ലൂസിഫർ എന്ന സിനിമ കണ്ടപ്പോൾ അവസാനം വന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടുക പോലും ചെയ്തു. കാരണം അടുത്ത പാർട്ടിലേക്കുള്ള ഒരു വഴി വെട്ടിയിട്ടാണ് അവർ പോയത്. ആ ഒരു സീൻ മാത്രം കണ്ടാൽ മുതലാകുന്ന ഒരു ഐറ്റം ആയിരുന്നു ലൂസിഫർ. അതിനു പിന്നാലെ പ്രഖ്യാപനവും വന്നു. രണ്ടാമത്തെ പാർട്ട് എമ്പുരാൻ വരുന്നു. ഇപ്പോഴിതാ മൂന്നാമത്തെ പാർട്ടും വരുന്നുവെന്ന് പറഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. എന്നാൽ എമ്പുരാനിൽ ഒടുങ്ങില്ല ലൂസിഫർ. എന്തായാലും ലൂസിഫർ 3 ഉണ്ടാകുമെന്ന് ഒരു അഭിമുഖത്തിൽ നടൻ മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് മൂന്നാം ഭാഗവും ഉണ്ടാകുമെന്ന് മോഹൻലാൽ വ്യക്തമാക്കുന്നു. ഞങ്ങൾ ശരിക്കും മൂന്നാം ഭാഗം സിനിമയുടേതായി ആലോചിക്കുന്നുണ്ട്. ഒന്നിന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും എല്ലാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് നേരത്തെ. സംവിധായകന്റെ ഉത്തരവാദിത്തം ശരിക്കും വലുതാണെന്നും എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ മികച്ചൊരു സിനിമ ഒരുക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട് മോഹൻലാൽ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എമ്പുരാൻ സിനിമ മാർച്ച് 27 റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി അബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കില്ല രണ്ടാം ഭാഗമായ എമ്പുരാനിൽ പ്രാധാന്യം എന്ന റിപ്പോർട്ടുകളുണ്ട്. ഖുറേഷി അബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാന്റേത് എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇപ്പോഴത്തെ ഉറപ്പായും മൂന്നാം ഭാഗം കൂടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ എമ്പുരാൻ എന്ന സിനിമയുടെ ക്ലൈമാക്സിലുള്ള ഒരു സീൻ ഉണ്ടാകും. കോരിത്തെരിപ്പിക്കുന്ന ഒരു സീൻ. ലൂസിഫറിൽ എങ്ങനെയാണോ അവതരിപ്പിച്ചത് അതുപോലൊരു സംഭവം വന്നാൽ ഇടുസാനമായിരിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ അനുമാനിക്കുകയാണ്. എന്തായാലും മോഹൻലാലിന്റെ ഏറ്റവും വമ്പൻ പ്രതീക്ഷയുള്ള ചിത്രമാണ് എമ്പുരാൻ എന്ന് തന്നെ പറയാം. എന്നാൽ വലിയ പ്രതീക്ഷയില്ലാതിരുന്ന ഒരു ചിത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയ ബറോസ് എന്ന ചിത്രം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രമാണെന്ന് പറഞ്ഞത് അതേപടി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് മോഹൻലാലും. ഇത് ശരിക്കും കുട്ടികൾക്കുള്ള ചിത്രം തന്നെ. മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ബറോസ്. അഭിനയത്തിൽ കാലങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ ഇഷ്ടനടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന രീതിയിൽ ബറോസ് ആദ്യം മുതലേ ചർച്ചാ വിഷയമാണ്. ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടതും. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. ചിത്രത്തിന്റെ രണ്ടാം ദിവസവും കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്നും മികച്ച റെസ്പോൺസ് ലഭിക്കുന്നു എന്നതുകൂടി ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായി മാറുന്നു. ഒരു 3D പ്ലേ ചെയ്യാനുള്ള ചർച്ചകളിൽ നിന്നും ബറോസ് സിനിമയായി രൂപപ്പെട്ടത് മോഹൻലാൽ പറയുന്നുണ്ട്. ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു അവസരം മാത്രമല്ല ഇത്, അനുഗ്രഹം കൂടിയാണിത്. ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് നല്ലതല്ല എന്നാണ് എന്റെ ഒരു അനുഭവം. വാനപ്രസ്ഥവും കഥയാട്ടവും കർണഭാരവും എല്ലാം അങ്ങനെയാണ്. നമ്മൾ വീണ്ടും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഒരുപക്ഷെ ബറോസും അങ്ങനെയാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം നമ്മളുണ്ടാകും. എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങൾ. അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. മോഹൻലാൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു. എന്നാൽ മലയാളം ഇൻഡസ്ട്രിയിൽ മറ്റൊരിടത്ത് മാർക്കോ എന്ന ചിത്രം വലിയ വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സിനിമകളെക്കാളും മാർക്കോ എന്ന ചിത്രത്തിന് വലിയ കളക്ഷനും വലിയ റെസ്പോൺസുമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ബോക്സ് ഓഫീസിൽ 50 കോടിയും പിന്നിട്ട് വൻ സ്വീകാര്യതയോടെ പ്രദർശനം തുടരുകയാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ. കേരളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും സിനിമ ചർച്ചയാകുന്നുണ്ട്. ഹിന്ദിയിൽ 140 ഷോകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമയായി എത്തിയ ചിത്രം മലയാളത്തിൽ ഇന്നേ വരെ എത്തിയ ഒരു സിനിമയ്ക്കും നൽകാനാകാത്ത എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. 140 ഷോ വർദ്ധിച്ചപ്പോൾ അതൊരു എക്സ്പെരിമെന്റ് ആണ്. അത് വിജയിച്ചാൽ 500 മുകളിലുള്ള ഷോകൾ ബോളിവുഡിൽ ഉണ്ടാകുമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ അനീഫ് അദീനി. മാർക്കോ 2 തീർച്ചയായും ഉണ്ടാകും, പക്ഷേ ഉടനെയില്ല. ഇപ്പോൾ കിട്ടിയ പ്രേക്ഷക സ്വീകാര്യത അനുസരിച്ച് വലിയൊരു ക്യാൻവാസിൽ വലിയൊരു സിനിമയായി വലിയ വയലൻസോടെ വരും എന്നാണ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അനീഫ് അദീനി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് മാർക്കോ നിർമ്മിച്ചിരിക്കുന്നത്. അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായി മാർക്കോ 5 ഭാഷകളിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ്.